മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയുടെ വിവരം അറിഞ്ഞുകൊണ്ട് കരുണാലയത്തിൽ എത്തുകയാണ് ഉണ്ണിയോട് മോഹിനി പറയുന്നുണ്ട്, മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, മോൾക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. വയറുവേദനയും ഛർദിലും എല്ലാം ഉണ്ട്. മോളും ലക്ഷ്മി മോളുമാണ് പായസം മുഴുവനും കഴിച്ചത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ലക്ഷ്മി മോൾക്കും ഉണ്ടായിരുന്നല്ലോ വയറുവേദനയെല്ലാം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ രണ്ടുപേർക്കും ഒരുപോലെ തന്നെ സംഭവിച്ചതെന്നെല്ലാം മോഹിനി പറയുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണമ്മോന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ണേട്ടന് ഒന്നും കുഴപ്പമില്ല, കണ്ണേട്ടന് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട്. പിന്നീട് ഉണ്ണി കരുണയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം മുണ്ണിയേട്ടാ, എനിക്ക് എണീറ്റിരിക്കാൻ കൂടെ ആവതില്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണം, എനിക്ക് തീരെ വയ്യ എന്നെല്ലാം പറയുന്നുണ്ട്. പ്രതാപനും പറയുന്നുണ്ട്, മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയും പ്രതാപനും എല്ലാം താങ്ങി പിടിച്ചുകൊണ്ട് കരുണയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ പാടെ കരുണയെ ICUയിലോട്ട് കയറ്റുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പരിശോധന നടക്കുകയാണ്. അപ്പോഴേക്കും ഉണ്ണിയും പ്രതാപനും കൂടെ പറയുന്നുണ്ട്, എന്ത് പറ്റിയതാണ് അറിയില്ല കരുണയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ മോൾക്കും എൻ്റെ കുഞ്ഞിനും ഒരു ആപത്തും ഉണ്ടാകരുതെന്നെല്ലാം പ്രതാപൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പുണ്ണി പറയുന്നുണ്ട്, കരുണയ്ക്കുള്ളതായിട്ടുള്ള യാതൊരുവിധ അസ്വസ്ഥതകളും ആ ലക്ഷ്മിക്കില്ല, പക്ഷേ എന്താണെന്നറിയില്ല കരുണയ്ക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് ഉണ്ണി. അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, എടാ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവൾ ദൈവത്തിൻ്റെ ഒരു അവതാരമാണെന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാം. എൻ്റെ കരുണമോൾക്ക് എന്താണ് ഇത് സംഭവിച്ചത്, എൻ്റെ കരുണമോള് വിഷമുള്ള പായസം ഒന്നും കുടിച്ചിട്ടില്ലല്ലോ, അവളാണല്ലോ അത് മുഴുവൻ കുടിച്ചു തീർത്തത്, പിന്നെ എൻ്റെ മോൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്ത് പ്രതാപൻ വളരെ ദുഃഖിക്കുന്നുണ്ട്. കരുണ ആ പായസം കുടിച്ചിട്ടുണ്ടെന്ന് അച്ഛന് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ണി. അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, അമ്മയും കരുണയും കലക്കി വെച്ചിരുന്ന പായസം തന്നെയാണ് ലക്ഷ്മി കുടിച്ചതെന്നാണ് അമ്മയും കരുണമോളും എല്ലാം പറഞ്ഞത്. അത് മുഴുവൻ കുടിക്കുന്നത് ഇവർ രണ്ടുപേരും കണ്ണുകൊണ്ട് കണ്ടതാണെന്നും പറഞ്ഞു. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു, അവളാണെങ്കിൽ ഫ്രിഡ്ജിലിരുന്ന തണുത്ത പായസം തന്നെയാണ് കുടിച്ചത്, അത് എടുത്തു വെച്ചിരുന്നതും മോള് തന്നെയാണ്, പിന്നെ അതിനകത്ത് എങ്ങനെയാണ് വിഷം വരുന്നത്, അതുകൊണ്ട് അതല്ല, ഇത് വേറെ എന്തോ സംഭവിച്ചിരിക്കുന്നത്, അവളെ കൊല്ലാൻ ശ്രമിച്ചതിൽ ദൈവമായിട്ട് ഇടപെട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ പായസം കുടിച്ചവൾക്ക് ഒരു കുഴപ്പവുമില്ല, വിഷപ്പായസം കുടിക്കാത്തവൾക്കാണല്ലോ ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഇത് അന്ന് അമ്മാവൻ തട്ടിൽ നിന്നും പൊളിഞ്ഞ് താഴെ വീണതിന് തുല്യമായല്ലോ അച്ഛാന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കാകെ സങ്കടമാകുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ സംഭവിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല എന്നൊക്കെ ഉണ്ണിയും പ്രതാപനും കൂടെ പറയുന്നുണ്ട്. എന്താണെങ്കിലും എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഡോക്ടറാണെങ്കിൽ പ്രതാപനോടും ഉണ്ണിയോടുമായിട്ട് പറയുന്നുണ്ട്, മോൾക്കാണെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടും അല്ലെങ്കിൽ അമ്മയെ കിട്ടും, ഇതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് കയ്യിലോട്ട് കിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ദൈവത്തിനോട് നല്ല രീതിക്ക് തന്നെ പ്രാർത്ഥിക്കുക, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ. ഇതുകൂടി കേൾക്കുമ്പോഴേക്കും പ്രതാപനും ഉണ്ണിയും തളർന്നു വീഴുകയാണ്. ഇനി എൻ്റെ മോളെ എങ്ങനെ രക്ഷപ്പെടുത്തും, എൻ്റെ മോൾക്ക് ഇതെന്താണ് സംഭവിച്ചത്, ആ ലക്ഷ്മീനെ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് ദൈവം നമുക്ക് തന്ന ശിക്ഷയാണോ ഇതെന്നൊക്കെ ഓർത്ത് രണ്ടുപേരും സങ്കടപ്പെടുന്നുണ്ട്. ഈ വിവരമാണെങ്കിൽ പ്രതാപൻ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ വളരെയേറെ വിഷമിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമോൾക്ക് എന്ത് സംഭവിച്ചു, അവളെ ഞാൻ എന്ത് പൊന്നുപോലെ നോക്കിക്കൊണ്ട് വന്നതാണ്, എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ വളരെയേറെ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും മോഹിനിയോട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ നിൻ്റെ മോളും കൂടെ എന്താടി എൻ്റെ മോൾക്ക് കലക്കി കൊടുത്തത്, നിങ്ങൾ കാരണമാണ് എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ലാതെ നിന്നിരുന്ന എൻ്റെ മോൾക്ക് ഇങ്ങനെയെല്ലാം വന്നു ചേരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ വളരെയേറെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അമ്മ എന്ത് വർത്തമാനമാണ് പറയുന്നത്, എൻ്റെ മോളെ കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ മോൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് ഞാൻ ഇതുവരെയും വെച്ച് കൊടുത്തിട്ടുള്ളത്, എനിക്ക് ഇങ്ങനെയൊന്നുമുള്ള യാതൊരുവിധ സ്വഭാവവും ഇല്ല, അതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ വളരെയേറെ ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശിയോട്. പിന്നീട് കരുണയുടെ അവസ്ഥ ഉടനെ തന്നെ മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ഇത് കേൾക്കുമ്പോഴേക്കും ആകെ ഷോക്കാകുന്നുണ്ട്. എൻ്റെ കരുണയ്ക്ക് എന്ത് പറ്റി അമ്മ, എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവളെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിലൊരു ചികിത്സ കൊടുക്കണം, അത് ഏത് ഹോസ്പിറ്റലിലാണ് അവളെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഈ വിവരം മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോടും പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് കരുണയെ ഹോസ്പിറ്റലിൽ പോയി കാണണം, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എനിക്കും കരുണയ്ക്കും ഒരുപോലെ തന്നെ വയറുവേദനയും ഛർദിനും എല്ലാം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ എന്തോ ഒരു വിഷം ഞങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നെല്ലാം പറയുന്നുണ്ട് മഹാലക്ഷ്മി. റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.